ഹായ് സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 ലെറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ലെറ്റ് 2021. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ? The two forces are 20 kilonewton and 30 kilonewton respectively. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള രണ്ട് പെർപെൻഡിക്കുലർ ഫോഴ്സസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫോഴ്സസിൻ്റെ പ്രത്യേകത ഒരു കോപ്ലനാർ ഫോഴ്സസ് ആണ്, കൺകറന്റ് ഫോഴ്സസ് ആണ്. ഓക്കെ, അത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് റെഡിമെയ്ഡ് ഇക്വേഷൻസ് അറിയാം. ഓക്കെ, രണ്ട് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക? ദ റിസൾട്ടന്റ് ഫോഴ്സ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിരിക്കും. ബിക്കോസ് അത് നമ്മളുടെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് റിസൾട്ടന്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റിസൾട്ടന്റ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടും ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 900 പ്ലസ് 400. സോ വി വിൽ ഗെറ്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 1300. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഫോർ സിംപ്ലിസിറ്റി, ഫോർ റിസോൾവിങ് ദ കാൽക്കുലേഷൻ. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു root of 13 into 100. So 100ന്റെ റൂട്ട് നമുക്കറിയാം 10 ആണ്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ആർ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു റൂട്ട് 13. ഓക്കെ, അപ്പോൾ റൂട്ട് 13ന്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കണം. അപ്പം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പം 3ക്കും 4നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും റൂട്ട് 13 എന്ന് പറയുന്നത്. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. സിമിലർലി 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അപ്പം 19 to 16ന്റെ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഓപ്ഷനകത്ത് തന്നെ തിരഞ്ഞെടുക്കാം. ഏതായിരിക്കും? ഇറ്റ് വിൽ ബി 3.6 ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ 4നും 3ക്കും ഇടയ്ക്ക് വരുന്ന ഒറ്റ വാല്യൂ ഈ ഓപ്ഷനിൽ കാണുന്നുള്ളൂ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ആർ ഇസ് ഈക്വൽ ടു ഫ്രം ദ ഓപ്ഷൻ വി വിൽ ഗെറ്റ് 10 into 3.6. സോ ദ ആൻസർ ഈസ് 36 കിലോ ന്യൂട്ടൺ. ഓക്കെ, 36 കിലോ ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരും. ക്വസ്റ്റ്യൻ നമ്പർ 2. What is a branch of engineering mechanics which refers to the study of rigid body in the motion without reference to the force that causes the motion? Okay, without എന്നത് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതാണ് ഫോഴ്സ് ദാറ്റ് റെഫറൻസ് ടു ദ ഫോഴ്സ് ദാറ്റ് കോസസ് ദ മോഷൻ. അപ്പം മോഷന്റെ കോസസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മോഷന്റെ കോസസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? കൈനമാറ്റിക്സ് ആയിരിക്കും. അഗെയിൻ one thing is they are studying the motion of, okay, motion ആണ്. മോഷൻ ആണെങ്കിൽ അത് ഏതായിരിക്കും? കൈനറ്റിക്സ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഡൈനാമിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുക. ആ ഡൈനാമിക്സ് തന്നെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് റെഫറൻസ് ടു ദ കോസ് ഓഫ് മോഷൻ. കോസ് ഓഫ് മോഷൻ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൈനമാറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, ഇഫ് വി ആർ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. ഓക്കെ, കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് മോഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കൈനറ്റിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ആൻഡ് റെസ്റ്റ് ആണ്. സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ കുറിച്ചാണ് സ്റ്റാറ്റിക്സിൽ. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ആണ്. ഓക്കെ, മോഷനിൽ തന്നെ വിത്തൗട്ട് ദ റെഫറൻസ് ഓഫ് കോസസ് ആണെങ്കിൽ കൈനമാറ്റിക്സ് ആയിരിക്കും, വിത്ത് ദ റെഫറൻസ് ഓഫ് കോസസ് ആണെങ്കിൽ കൈനറ്റിക്സ് ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. എ ട്രസ് കൺസിസ്റ്റിംഗ് ഓഫ് കോപ്ലാനാർ മെമ്പേഴ്സ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്സസ് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് അബൌട്ട് ദ പ്ലെയിൻ ട്രസ്? ഓൾ ദ മെമ്പേഴ്സ് ആർ ലൈ ഓൺ ദ പ്ലെയിൻ. ഓക്കെ, സിംഗിൾ പ്ലെയിനിൽ, അതാണ് കോപ്ലനാർ. ഓൾ ദ മെമ്പേഴ്സ് ആർ ലൈ ഓൺ ദ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻ കോപ്ലനാർ മെമ്പേഴ്സ്. ഓക്കെ, വൈൽ ദ ലോഡ്സ് ക്യാരിഡ് ബൈ ദ ട്രസ്സസ്. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ മെമ്പേഴ്സും ഒരു സിംഗിൾ പ്ലെയിനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലെയിൻ ട്രസ് എന്ന് പറയുക. are only concentrated forces. Only concentrated forces മാത്രമാണ് ആക്ട് ചെയ്യുക പ്ലെയിൻ ട്രസ്സസിൽ, ആൻഡ് ദാറ്റ് ആക്ട് ഓൺ ദ ജോയിൻറ്റ്സ് ആൻഡ് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? പ്ലെയിൻ ട്രസ്സിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്ന്, മെമ്പേഴ്സ് എല്ലാം സെയിം പ്ലെയിനിലായിരിക്കും. അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ഫോഴ്സസ് മാത്രം, പോയിന്റ് ലോഡ്സ് മാത്രമായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ എവിടെ ആക്ട് ചെയ്യുക? ജോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ അത് ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ ക്ലിയർ ആണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സ്പേസ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പേസ് ട്രസ്സസ് ആർ 3 dimensional structures with longitudinal members
connected at their ends by hinges assumed to be frictionless. Okay, hinges എന്ന് പറഞ്ഞാൽ സിംപ്ലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവത്തിനാണ് നമുക്ക് പറ്റുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ നമ്മൾ ഡോറിന്റെ എൻഡിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെയുള്ളതിനാണ് നമ്മൾ ഹിഞ്ചസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്പേസ് ട്രസ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അതിലുണ്ടാവുന്ന ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സ് ആണ്. അപ്പോൾ അത് ഒരു സിംഗിൾ പ്ലെയിനിലാവില്ല ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഐഡിയൽ ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ട്രസ് എന്ന് പറഞ്ഞാൽ ഓൾ ദ മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ഓൺലി അറ്റ് ദെയർ എൻഡ്സ്. ഓക്കെ, മെമ്പേഴ്സ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ എൻഡിൽ മാത്രമായിരിക്കും. എൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഹിഞ്ചസ് ആയിരിക്കും. ഓക്കെ, ഫ്രിക്ഷൻലെസ് ഹിഞ്ചസ് ആയിരിക്കും ഇൻ പ്ലെയിൻ ട്രസ് and by frictionless ball and socket joint. Okay, that means completely frictionless ആണ് ഇതിന്റെ അകത്ത്. ഏതിന്റെ കേസിൽ? ഐഡിയൽ ട്രസിന്റെ കേസിൽ. ഓക്കെ, ഇനി അതാണ് ഫസ്റ്റ് അസംപ്ഷൻ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, all loads and support reaction are applied only at the joint. Okay, that means ട്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ, ആ ഒരു പോയിന്റ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജോയിന്റിൽ മാത്രമായിരിക്കും ലോഡ് സപ്പോർട്ട് എല്ലാം ഉണ്ടാവുക. ഓക്കെ, ദെൻ തേർഡ് വൺ, ദ സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ഈച്ച് മെമ്പർ ഈസ് കോയിൻസൈഡ് വിത്ത് ദ ലൈൻ കണക്ടിങ് ദ സെന്റേഴ്സ് ഓഫ് അഡ്ജസന്റ് ജോയിന്റ്സ്. ഓക്കെ, അപ്പൊ എല്ലാ മെമ്പറിന്റെയും ഈ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ സെൻട്രോയിഡൽ ആക്സിസ് ഈ അഡ്ജസന്റ് ജോയിന്റിന്റെ സെന്ററുമായിട്ട് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, കൊളീനിയർ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഐഡിയൽ ട്രസിന്റെ 3 അസംപ്ഷൻസ്. ഓക്കെ, ദെൻ സോ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പറയാം എന്താണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദ ട്രസ് കൺസിസ്റ്റ് ഓഫ് കോപ്ലനാർ മെമ്പേഴ്സ് ഇസ് കോൾഡ് പ്ലെയിൻ ട്രസ്. ഓക്കെ, ഇപ്പൊ സ്പേസ് ട്രസ് ആണെങ്കിൽ 3 ഡയമെൻഷനിൽ ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഐഡിയൽ ട്രസ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല ജോയിന്റ്സിൽ, പിന്നെ ജോയിന്റിൽ മാത്രമായിരിക്കും ഫോഴ്സസ് റിയാക്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് അതേപോലെ റിജിഡ് ട്രസിനെ കുറിച്ച് നോക്കാം. ഓക്കെ, റിജിഡ് ട്രസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് ട്രസ് ഓർ ജസ്റ്റ് റിജിഡ് ട്രസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ദെൻ നമ്പർ ഓഫ് ജോയിന്റ്സ്. ഓക്കെ, അതിൽ എമ്മിനെയാണ് നമ്മൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയാം. അതിൽ അതുപോലെ ജെ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ഓക്കെ, ദ ട്രസ് വിച്ച് ഹാവിങ് നോ നമ്പർ ഓഫ് മെമ്പേഴ്സ് just sufficient to keep the truss in equilibrium under the action of external load is known as perfect truss. Okay, അപ്പോൾ ഒരു പെർഫെക്റ്റ് ട്രസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m is equal to 2j minus 3 ആണ്. ഓക്കെ, m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, j എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഡെഫിഷ്യന്റ് ട്രസ് ഓർ അണ്ടർ റിജിഡ് ട്രസ്. അണ്ടർ റിജിഡ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫിഷ്യന്റ് മെമ്പർ ഇല്ല. ഡെഫിഷ്യന്റ് സ്ട്രെസ്സിനെയാണ് നമ്മൾ ഡെഫിഷ്യന്റ് ട്രസ് ഓർ അണ്ടർ റിജിഡ് ട്രസ് എന്ന് പറയുന്നത്. വേർ the number of members is less than 2j minus 3, അതിനാണ് നമ്മൾ ഡെഫിഷ്യന്റ് ട്രസ് എന്ന് പറയാം. വൺ മോർ തിങ് ഇസ് റിഡൻഡന്റ് ട്രസ് ഓർ ഓവർ റിജിഡ് ട്രസ്. അതായത് റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ് ആണ്. അതിനെയാണ് നമ്മൾ റിഡൻഡന്റ് ട്രസ് ഓർ ഓവർ റിജിഡ് ട്രസ്. ദാറ്റ് ഈസ് m is equal to greater than 2j minus 3. ദെൻ എങ്ങനെയാണ് നമ്മൾ നോർമലി ട്രസ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രസ്സസ്, ഫ്രെയിംസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദെൻ അതിൽ ട്രസ്സസ് 2 ടൈപ്പ് ഉണ്ട്, സ്പേസ് ട്രസ് അതുപോലെ പ്ലെയിൻ ട്രസ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് സ്പേസ് ട്രസ് അതുപോലെ എന്താണ് പ്ലെയിൻ ട്രസ് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് മേ ബി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്പേസ് ട്രസ് എന്ന് പറഞ്ഞാൽ ട്രൈപോഡ് സ്റ്റാൻഡ്, ട്രാൻസ്മിഷൻ ടവർ. ഓക്കെ, അതൊക്കെ എന്ന് പറയുന്നത് സ്പേസ് ട്രസ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിലായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ പ്ലെയിൻ ട്രസ്സിന്, അതായത് ഒരു കോപ്ലനാർ ആയിട്ട് വരുന്ന മെമ്പേഴ്സ് വരുന്ന എവിടെയൊക്കെയാണ്? റൂഫ് സ്ട്രെസ്, ബ്രിഡ്ജ് സ്ട്രെസ്, ഇതൊക്കെ പ്ലെയിൻ ട്രസ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ ഈ ഫിഗറിൽ നമുക്ക് കാണാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഇതാണ് ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജിൽ വരുന്ന സ്ട്രെസ്സസ് ഒക്കെ ഓരോ സിംഗിൾ പ്ലെയിനിലാണ് ഉണ്ടാവും. ഓക്കെ, ഈ കാണിക്കുന്ന പ്ലെയിൻ പ്ലെയിൻ ട്രസ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, when a block is placed on an inclined plane, its steepest inclination to which the block will be in equilibrium is called. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ നോർമൽ കേസിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്ക്. ഓക്കെ, ഇറ്റ് ഈസ് ബി എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മുടെ ബ്ലോക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ആ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന, അതായത് ഏറ്റവും ഈ ആംഗിൾ, മാക്സിമം ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ
ഏത് മാക്സിമം വാല്യൂലാണ് മാക്സിമം വാല്യൂ വരെയാണ് നമ്മുടെ ഈ ബോഡിക്ക് റെസ്റ്റിൽ തുടരാൻ കഴിയുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റീപ്പസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സ്റ്റീപ്പസ്റ്റ് ഇൻക്ലിനേഷൻ ടു വിച്ച് ദ ബ്ലോക്ക് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റീപോസ്. അതിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡെഫിനിഷൻ ആണ് ഏത് വാട്ട് ഈസ് ആംഗിൾ ഓഫ് റീപോസ് എന്ന ഡെഫിനിഷൻ ആണ് നമ്മൾ ഈ തരുന്നത്. when a block is placed in an inclined plane, its steepest inclination to which the block will be in equilibrium is called the angle of repose. Okay. Then what refers to the pair of equal, opposite and parallel forces? Okay, a pair of equal, opposite and parallel forces, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കപ്പിൾ എന്ന് പറയാം. ഓക്കെ, then what are the different properties of couple? ഓക്കെ, കപ്പിൾ എന്ന് പറഞ്ഞാൽ കപ്പിളിന്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the algebraic sum of, that is, resultant force in a couple is equal to 0. Okay, right? Resultant force is equal to 0. Then second one, it produces only rotational motion. There is no translatory effect produced by the couple. That's the three important points related to the couple. Then which of the following statement is about friction is false? Okay, first of all, all the statements are related to the static friction, right? First one, the direction of frictional force on the surface is such as to oppose the tendency of one surface to slide relative to other. Okay, അത് ശരിയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ direction of frictional force എന്ന് പറയുന്നത് always it is opposed to the direction to which the body is tending to move. അതായത് മോഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്ന directionലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, then second one, the total frictional force is depend on the surface, the area of contact between two surfaces. It is absolutely incorrect. It is a false statement. Friction does not depends upon area of contact. It is always depend upon relative roughness of surface. Okay, so the answer of this question is nothing but it is a second choice. It is a false statement. Then what about the third statement? The magnitude of frictional force is equal to the force which tends to move the body till the limiting value is reached. It is absolutely right, because in static condition the frictional force is directly proportional to the applied force, or it is absolutely equal to the applied force up to the limiting friction. Okay, once the body begins to move, then the frictional force is equal to limiting value. Okay, body move ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ വാല്യൂ ആയിരിക്കും. ബോഡി മൂവ് ചെയ്യുന്നത് വരെ, ദാറ്റ് മീൻസ് അപ് ടു ദ ലിമിറ്റിംഗ് കണ്ടീഷൻ വരെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും അബ്സല്യൂട്ട്ലി ഈക്വൽ ആയിരിക്കും. Then what about the fourth statement? The frictional force is always less than the force required to prevent the motion. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആയിട്ട്.